ഹായ് ഹലോ MGM ന്യൂസ് അപ്ഡേറ്റ്സ്. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുക്കുവാൻ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണലും ചേർന്ന് അവതരിപ്പിച്ച സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയാണ് വിദ്യാമൃതം. കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിൽ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലായി 250-ലധികം കുട്ടികൾ പഠിച്ചു വരുന്നു. നമസ്കാരം. ഇത് ഒരു പിരിവെടുത്ത് നടത്തുന്ന പരിപാടിയല്ല. പൊതുവെ നമ്മളിലുള്ള ആൾക്കാർ തന്നെ അവരവർക്കുണ്ടാവുന്ന തരത്തിലുള്ള പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇത് വിദ്യാമൃതത്തിൻ്റെ ഒരു പരിപാടിയാണ്. വിദ്യാമൃതത്തിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ആദിവാസി സമൂഹത്തിനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാമൃതം എന്ന ഒറ്റ പരിപാടിയുടെ കീഴിലുണ്ട്. ഒരുപാട് ഉപവകുപ്പുകളുണ്ടെന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാമൃതം. ഈ 250 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അർഹരായവരെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അർഹരായവരായിരിക്കണം. വിദ്യാഭ്യാസം നടത്താനുള്ള വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും മാർക്കും യോഗ്യതയുമുള്ളവരുമായിരിക്കണം. അങ്ങനെയല്ല, വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാത്ത മാർക്കുള്ള വിദ്യാർത്ഥികൾ, കഴിവുള്ള വിദ്യാർത്ഥികളെ ആയിരിക്കും കൂടുതൽ നമ്മൾ സഹകരിപ്പിക്കുക. യുവരസ് യോഹന്നാൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത്രത്തോളം കോഴ്സുകളുമുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായിട്ടും അത് സൗജന്യമായി കൊടുത്ത് നടത്താനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് 250 പേരാണ്. ഇനി 251 പേര് 54 പേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല. ഒരാൾക്കോ രണ്ടാൾക്കോ കൂടെ കൊടുത്തെന്ന് വരാം. ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല, ഒരു മനുഷ്യത്വമാണ്. ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് തുടരുക. ഞങ്ങളല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നവർ. ഇതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ്. അവരിൽ നിന്ന് തന്നെ ഇത് പകർന്ന് കൊടുക്കപ്പെടേണ്ടത്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് നടക്കുന്നതല്ല. ഈ മനസ്ഥിതിയുള്ള, ഈ മനസ്സുള്ള ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് നടക്കുന്നതാണ്. ഇതൊരു വലിയ മഹാകാര്യമായിട്ടൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളവരോ ഞാനോ വിചാരിക്കുന്നുമില്ല, അങ്ങനെ അഹങ്കരിക്കുന്നുമില്ല. ഇത്രയും ദൂരം ഇതിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സംഘാടകർ തന്നെയാണ്. അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.